ഹലോ, റിവ്യൂ പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ശ്രുതിയെയും അശ്വിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അശ്വിൻ പറയും, ശ്രുതികുമാരി ലക്ഷ്മി, ഇപ്പോൾ രണ്ടാമത്തെ തവണയും ഞാൻ നിന്നെ സഹായിച്ചിരിക്കുകയാണ്. നീ എന്നെ ക്ഷണിച്ചിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ നിൻ്റെ അവസ്ഥ കണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണ്. അതിന് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറയാമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് മനോരമയും ശ്രുതിയുടെ ആൻറ്റിയെയും ആണ്. അപ്പോൾ മനോരമ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിയുടെ ആൻറ്റി വന്നിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. നല്ല ശ്രുതിയും അശ്വിനും പെർഫോം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെയാണ് നോക്കിയിരുന്നത് എന്നൊക്കെ ആൻറ്റി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോരമേനെ രാധ പുകഴ്ത്തുമ്പോൾ മനോരമയ്ക്കൊരു അഹങ്കാരമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മനോരമ ഇങ്ങനെ കൈ പിടിച്ചിട്ട് എന്താ പറയുക, നാണൊക്കെ വന്ന രീതിയിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ രാധ പറയും, എന്തോ കവളത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മനോരമ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ രാധ പറയും ഇപ്പുറത്തെ കവിളിലാണ്. അപ്പോൾ അങ്ങനെ കവിള് തുടയ്ക്കും. അപ്പോൾ രാധ കയ്യിൽ എന്തോ കഴുകി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോരമയുടെ കവിളിലത് മൊത്തം ആവണം. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലും എന്തോ ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം തുടച്ചേക്ക്, അപ്പോൾ വൃത്തിയാവും എന്ന് പറഞ്ഞിട്ട് ഫേസ് ഫുള്ള് ആ കഴുകി തേപ്പിക്കുകയാണ്. അങ്ങനെ മനോരമയോട് അത് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവും. അപ്പോൾ ആ സമയം തന്നെ മോഹൻ അവിടേക്ക് വരുന്നുണ്ട്. മോഹൻ ചോദിക്കുന്നുണ്ട്, എന്താ അവർ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയും, എൻ്റെ ഡാൻസ് കണ്ട് കൺഗ്രാജുലേഷൻ പറയാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോഹൻ, ഇതെന്താ നിൻ്റെ മുഖത്ത് കാണുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മനോരമയ്ക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ മുഖം വൃത്തികേടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അവൾ എനിക്ക് തന്നൊരു പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് അശ്വിനെയും ശ്രുതിയെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിനക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും കാരണം ഞാൻ തന്നെയാണ്. എന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിനക്ക് അത്രയും സ്കോർ ചെയ്തത്. പിന്നെ എന്താ പറയുക, രണ്ടാമത്തെ തവണയും ഞാൻ സഹായിച്ചതുകൊണ്ടാണ് നിനക്ക് മാർക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയും, എന്നെ പൂർണ്ണമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മനസ്സ് മാത്രം പോരാ, അതിന് വേറെയും കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഓക്കെ, ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ശ്രുതിയോട് പറയും, നിൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എന്നാൽ പറയുക എന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, അപ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിനൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എന്തേ തലച്ചോറില്ലേ അല്ലെങ്കിൽ തലക്കകത്തൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രുതി സംസാരിച്ചിട്ട് അശ്വിൻ പറയും, എന്തായാലും സ്കോർ അനൗൺസ് ചെയ്യാറായി, നീ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വായു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അഞ്ജലി ഈ സ്കോർ അനൗൺസ് ചെയ്യാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും പറയും, നമുക്കപ്പോൾ സ്കോർ അനൗൺസ് ചെയ്യാം, മത്സരങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ പോയിൻറ്റ്സ് പറയുന്നുണ്ട് 23 ആണ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറയും, ഇനി നമുക്ക് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പെർഫോമൻസിൻ്റെ സ്കോർ അറിയാം. ശ്രുതിയും ആൻറ്റിയും കൂടെ പെർഫോം ചെയ്തതിനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയും, ഞാൻ ഗസ് ചെയ്താലോ, അല്ലെങ്കിൽ വേണ്ട ചേച്ചി തന്നെ ഗസ് ചെയ്യും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, എന്നാൽ ഓക്കെ ഞാൻ തന്നെ സ്കോർ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് 24. അപ്പോൾ ഒരു പോയിൻറ്റിന് ഇവർ വിജയിച്ചതായിട്ട് അഞ്ജലി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമാവും. അപ്പോൾ തന്നെ ബെസ്റ്റ് പെർഫോമറെ കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ശ്രുതികുമാരി ലക്ഷ്മി. അപ്പോൾ അങ്ങനെ അഞ്ജലി മുത്തശ്ശിയെ ഗിഫ്റ്റ് നടരാജ വിഗ്രഹം കൊടുക്കാനായിട്ട് മുത്തശ്ശിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ പിന്നീട് ശ്രുതിയെയും ക്ഷണിക്കും. അപ്പോൾ ആണ് മുത്തശ്ശിയെയും ശ്രുതിയെയൊക്കെ കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അശ്വിനെയും കാണിക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ ദേഷ്യത്തിലെന്നല്ല, ചെറിയൊരു ചിരിയോട് കൂടിയിട്ടാണ് അശ്വിൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ
ഈ നടരാജ വിഗ്രഹം ശ്രുതിക്ക് മുത്തശ്ശി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് അവൾ മുത്തശ്ശിയുടെ കാൽക്കലൊക്കെ വീണ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ അപ്പോൾ തന്നെ അവൾ ചേച്ചി പ്രീതിയെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെ പ്രീതി വന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയം ശ്രുതി അശ്വിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അശ്വിൻ തിരിച്ചും നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് ശ്യാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമിന് ദേഷ്യം വരുന്നുണ്ട്. അശ്വിനും ശ്രുതിയും ഫേസ് ടു ഫേസ് നോക്കുന്നത് ശ്യാമിന് വളരെയധികം ദേഷ്യം വരുത്തുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. പക്ഷെ മനോരമയ്ക്ക് ഉള്ളിൽ നല്ല കുശുമ്പുണ്ട് സമ്മാനം കിട്ടാത്തതിൽ കേട്ടോ. പിന്നീട് ശ്രുതിയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി ആ വിഗ്രഹവും കൈപിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അശ്വിനെക്കുറിച്ചൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അശ്വിൻ അവളുമായിട്ട് ഡാൻസ് കളിക്കുന്നതും സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിന്നീട് അവൾ ഒരു ജിലേബി തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പ്രീതി വരുന്നുണ്ട്. അപ്പോൾ പ്രീതി ചോദിക്കും, എന്താ പറ്റിയ, നീ എന്താ ആലോചിച്ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, അത് വെറുതെ ജിലേബിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം എന്തോ കാര്യമായിട്ടുള്ള വിഷമമുണ്ട് നിനക്ക്, അല്ലെങ്കിൽ ടെൻഷനുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയും. പിന്നീട് ശ്രുതി പറയും, അല്ല ചേച്ചി ഞാൻ ആരോടൊക്കെയോ താങ്ക്സ് പറയാൻ മറന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ പ്രീതി പറയും, ഇല്ലല്ലോ നീ എല്ലാവരോടും താങ്ക്സ് നന്ദി പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല ആരോടൊക്കെയോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ പ്രീതി പറയും, നീ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സമ്മാനം കിട്ടി, നമ്മളെ വീട് നമ്മുടെ കുടുംബത്തിന് നാണം കെടാതെ വന്നത് നീ കാരണം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി അല്ലെങ്കിൽ ചേച്ചി ഞാൻ പറയാം, നന്ദി പറയാം, അപ്പോൾ ചേച്ചി ഒന്ന് പറഞ്ഞാൽ മതി ആരെയാണ് ഞാൻ മറന്നു പോയത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ താങ്ക്സ് പറയുന്നുണ്ട്. അഞ്ജലി ചേച്ചിയോട്, മുത്തശ്ശിയോട്, NK സാറിനോട്, ശ്യാം സാറിനോട്, അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുമ്പോൾ എന്നിട്ട് അവൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അന്നേരം പ്രീതി പറയുന്നുണ്ട്, നീ മെയിനായിട്ടുള്ള ഒരാളെയാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, അത് ആരെയാണ് എന്ന് ആലോചിക്കുമ്പോൾ പ്രീതി പറയും, അശ്വിൻ സാറിനെ. അദ്ദേഹമല്ലേ നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുണ്ടായത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇത്രയും പോയിൻറ്റ്സ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അയാളോടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രീതി അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് അശ്വിനെയാണ് കാണിക്കുന്നത്. അശ്വിൻ അവൻ്റെ കയ്യിലൊരു കമ്മൽ സൂക്ഷിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മൽ അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശ്രുതിനെ. അമ്മായി തിരക്കിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി പുറകെ ഓടി വരുന്നുണ്ട്. ആ സമയം അവളുടെ കമ്മൽ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്ത് അശ്വിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ കമ്മലെടുത്ത് സൂക്ഷിച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കമ്മൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കമ്മൽ നോക്കിയിട്ട് അവൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് ആ കമ്മലിനെ എന്താ പറയുക താലോലിക്കുകയും ഒരുപാട് അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ആ കമ്മൽ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ റൂമിലിരിക്കുകയാണ്, ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ശ്രുതിയെയും പ്രീതിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രുതി അപ്പോഴും ആ നടരാജ വിഗ്രഹം കൈപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു താങ്ക്സ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം നിന്നെ അത്രയും ഹെൽപ്പ് ചെയ്തതല്ലേ അശ്വിൻ സാറ്. അപ്പോൾ അശ്വിൻ സാറിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പോകും. അപ്പോൾ ശ്രുതി പറയും, ചേച്ചി ഞാൻ ഈ ലഡ്ഡു കിച്ചണിൽ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ ഈ നടരാജ വിഗ്രഹം കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അങ്ങനെ അടുക്കളയിൽ അത് വെക്കുമ്പോൾ അവൾ പറയും, ഞാൻ എന്തൊരു മണ്ടിയാണ്, ഇതാണോ ഞാനിവിടെ കൊടുന്ന് വെച്ചതെന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ അതും നോക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അശ്വിന് അവളും കൂടെ കളിക്കുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നത് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അശ്വിനോട് താങ്ക്സ് പറയുന്നത് പോലെ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്നെ സഹായിച്ചതിന്, നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരിക്കലും ഞാനത് മറക്കില്ല, ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അല്ലെങ്കിലും ഞാൻ എന്തിനാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നീട്
ശ്യാമിനെയും അഞ്ജലിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ അഞ്ജലി നല്ല ഉറക്കമാണ്. അപ്പോൾ ശ്യാം കണ്ണ് തുറന്നിട്ട് അഞ്ജലിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ നല്ലപോലെ ഉറങ്ങിയെന്ന് കാണുമ്പോൾ അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് ഷെൽഫിൽ നിന്ന് ആ പാത്രം എടുക്കുന്നുണ്ട്. അവൻ തേളിനെ ഇട്ട് വെച്ചിരുന്ന ആ പാത്രം എടുത്തിട്ട് ഇങ്ങനെ അഞ്ജലിയെ നോക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്ത് നോക്കിയിട്ട് പിന്നെയും അവൻ അവിടെ ബെഡിൽ വന്ന് കിടക്കും. അങ്ങനെ ആ ഭാഗത്ത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ് മിസ് ചെയ്യാതെ നമ്മൾ ഇടുന്നതായിരിക്കും. താങ്ക് യു.